സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗങ്ങളിൽ രോഗം കഠിനമാറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണുന്നു. ഹീമോഫീലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതാണ്? എല്ലാം ശരിയാണ് അല്ലെ? സാൽമോണല്ല ടൈഫോയിഡ് ടൈഫിയാണ് ടൈഫോയിഡ് പരത്തുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ടൈഫോയിഡിന്റെ ലക്ഷണങ്ങളൊക്കെ ശരിയാണോ എന്നിട്ടുള്ളത് നോക്കാം. അപ്പം ഇന്നലെ നമ്മൾ ഇത് കണ്ടില്ലായിരുന്നു, നമ്മൾ ഇന്നലെ പഠിക്കാനിരുന്നപ്പോ ടൈഫോയിഡ് മനുഷ്യരിൽ. ഈ ടൈഫോയിഡിന്റെ മലയാളമാണ് ശന്നിപാത ജ്വരം എന്ന് പറയുന്നത്. ശന്നിപാത ജ്വരം എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. കാരണമാകുന്ന രോഗാണു ഏതാ? ബാക്ടീരിയ. ഏതാണ്? സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ. മലിനമാക്കപ്പെട്ട ആഹാരം. അപ്പൊ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് വരുന്നത് ശന്നിപാത ജ്വരം അഥവാ ടൈഫോയിഡ് വ്യാപിക്കുന്നത്. ഫുഡിലൂടെയും വാട്ടറിലൂടെയുമാണ് പകരുന്നത്. ഈ ചെറുകുടലിലേക്കും അവിടെ നിന്നും ഫുഡൊക്കെ നമുക്ക് ലാസ്റ്റിലല്ലേ ഡൈജഷൻ നടക്കുന്നത്. സോ എവിടെ വരും? ചെറുകുടലിലേക്കും അവിടെ നിന്ന് രക്തത്തിലൂടെ മറ്റവയവങ്ങളിലേക്കും വ്യാപിക്കുന്നു. അപ്പം ആരുമായിട്ട് കണക്ഷൻ ഉള്ളതാണ് ടൈഫോയിഡ്? ചെറുകുടൽ. നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, 40 ഡിഗ്രി സെൽഷ്യസ് വരെ, ക്ഷീണം, തലവേദന, വയറുവേദന, വിശപ്പില്ലായ്മ, മലബന്ധം മുതലായ ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി രോഗത്തിന്റെ കാഠിന്യമേറിയ ഘട്ടങ്ങളിൽ ഇവയിൽ എന്തുണ്ടാകും? കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും രോഗിക്ക് മരണം സംഭവിക്കുകയും ചെയ്യും. ഇപ്പൊ ടൈഫോയിഡ് വന്ന് ആൾക്കാർ മരിക്കാൻ കാരണം എന്താണ്? ചെറുകുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. കണ്ടോ? ഇനി ടൈഫോയിഡ് മറക്കോ? അതായത് ശന്നിപാത ജ്വരം വന്നാൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഫുഡിലൂടെയും വാട്ടറിലൂടെയും ആയിരിക്കും പകരുന്നത്. സോ ഇത് കൂടിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ചെറുകുടലിൽ ബാധിച്ചിട്ട് അത് രക്തത്തിലേക്ക് കലരുന്നതാണ്. സോ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടും. ഏതുമൂലം? ടൈഫോയിഡ് മൂർച്ഛിക്കുന്ന സമയത്ത്. സോ ലാസ്റ്റിൽ എന്ത് ചെയ്യും? രോഗി അങ്ങ് ഡെഡ് ആയി പോകും. ഇനി ടൈഫോയിഡിനുള്ള ടെസ്റ്റ്, ഇതിനകത്ത് ഓരോ സെന്റൻസും വേണ്ടതാണ്. ഈയിടെ പരീക്ഷയ്ക്ക് വന്നാണ് വൈഡൽ ടെസ്റ്റ്. ശന്നിപാത ജ്വരം വൈഡൽ ടെസ്റ്റ്, ടൈഫോയിഡ്. ഇനി ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട മേരി മാല്ലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ പരാമർശിക്കപ്പെടേണ്ട ഒരു വിഷയം ആണ്. ഇപ്പൊ ടൈഫോയിഡ് മേരി എന്ന് വിളിക്കുന്നത് ആരെയാണ്? മേരി മാല്ലൻ. അപ്പൊ ഇവര് ഫുഡ് കുറെ ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അവർക്കെല്ലാം എന്ത് ചെയ്തു? ശന്നിപാത ജ്വരം പകർന്നു. അപ്പൊ ടൈഫോയിഡ് വരുന്ന രോഗികൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കരുത്. സോ ടൈഫോയിഡ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും പാചകം ചെയ്യരുത്. മനസ്സിലായോ? വൈഡൽ ടെസ്റ്റ് പരിശോധനയിലൂടെയാണ് ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നത്. ടൈഫോയിഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആവും. ടൈഫോയിഡ് മേരി എന്ന വേളിപ്പേരിൽ അറിയപ്പെടുന്ന മേരി മാല്ലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ പരാമർശിക്കപ്പെടേണ്ട വിഷയമാണ്. ശന്നിപാത ജ്വരത്തിന്റെ വാഹകയായിരുന്നവർ പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെ വർഷങ്ങളോളം നിരവധി പേർക്ക് പടരുകയുണ്ടായി. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. അതായത് അതേ ഉള്ളൂ. ഏത്? ഞാൻ വളരെ സ്ലോയിലാണ് പഠിപ്പിക്കുന്നത്. കാരണം ഈ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിറങ്ങണം. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ സ്ലോയിൽ പഠിപ്പിക്കുന്നത്. സാൽമോണല്ല ടൈഫി, അതായത് എപ്പോഴും എനിക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു ടോപ്പിക്കാണിത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. സോ സാൽമോണല്ല ടൈഫി, ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണോ? അതേതാണ്? ബാക്ടീരിയ ആണ് പരത്തുന്നത്. ഇനി അത് കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗിക്ക് മരണകാരണമാകുന്നു എന്ന് ചോദിച്ചാലും എസ് പറയാം. ടെമ്പറേച്ചർ അങ്ങ് ഹൈ ആവും. പിന്നെ കുടലിൽ കൂടിയിട്ട് രക്തത്തിലേക്ക് കയറിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അടുത്തത് പഠിക്കാം. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്തുവാ? ഇനി ഇത് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഹീമോഫീലിസ് ഇൻഫ്ലുവൻസ. എന്തുവാ? ഹീമോഫീലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഹീമോഫീലിസ് ഇൻഫ്ലുവൻസ. ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന.
ഇപ്പൊ ന്യൂമോണിയ രോഗത്തിന് കാരണമായിട്ടുള്ള 2 ബാക്ടീരിയ ഉണ്ട്. നമുക്ക് മുമ്പേ വുച്ചേറിയയുടെ ബ്രാങ്ക് ഓഫ് ടി അല്ല ചോദിച്ചുള്ളൂ, രണ്ടാമത്തേത് ചോദിച്ചില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ന്യൂമോണിയക്ക് നമ്മൾ ഹീമോഫീലസ് ഒരു പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് പോയി, അടുത്ത പരീക്ഷയ്ക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അറിയത്തില്ലെന്ന് പറയരുത്. രണ്ടും ഏതിന് കാരണമാണ്? ഈ ന്യൂമോണിയക്ക് കാരണമാണ്. മനസ്സിലായോ? അതായത് നമ്മൾ വുച്ചേറിയ റിലേറ്റ് ചെയ്ത് ഇവിടെ ബാൻക്രോഫ്റ്റിയും മലായും പറഞ്ഞില്ലേ ഇതിന്റെ, അത് പറയുന്നത് പോലെ ന്യൂമോണിയ റിലേറ്റ് ചെയ്ത് ന്യൂമോണിയ പടർത്തുന്ന 2 ബാക്ടീരിയാസ് ഉണ്ട്. ഏതൊക്കെയാ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹിമോഫീലസ് ഇൻഫ്ലുവൻസയും. നമ്മുടെ പരീക്ഷയ്ക്കകത്ത് ചോദ്യം വന്നിരിക്കുന്നത് എന്തുവാ? ഹീമോഫീലസ് ഇൻഫ്ലുവൻസ. കണ്ടോ? അതായത് 3rd ഓപ്ഷൻ നോക്കുക. ഹീമോഫീലസ് ഇൻഫ്ലുവൻസയാണ് നമ്മുടെ പരീക്ഷയ്ക്കകത്ത് ചോദിച്ചത്. ഇപ്പൊ ന്യൂമോണിയ ഉണ്ടാക്കുന്നതിന് കാരണം ഏതാ? ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ന്യൂമോണിയ, ബാക്ടീരിയ. അപ്പൊ ഹീമോഫീലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന ഉണ്ടാക്കുന്നു. അപ്പൊ ഹീമോഫീലസ് ഇൻഫ്ലുവൻസ നോക്കാം. ഇത് എവിടെ ബാധിക്കുന്നു? ന്യൂമോണിയ ഉണ്ടാക്കുമ്പം ശ്വാസകോശത്തിൽ, ശരിയല്ലേ? അണുബാധയുടെ ഫലമായി വായു അറകൾ എന്ത് ചെയ്യും? ലിക്വിഡ് ആവും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആവും, ദ്രവത്താൽ നിറയുകയും ശ്വാസമുട്ടൽ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പനി, വിറയൽ, ചുമ, തലവേദന ഇവയാണ് ന്യൂമോണിയയുടെ രോഗലക്ഷണങ്ങൾ. ന്യൂമോണിയയുടെ രോഗലക്ഷണങ്ങൾ എന്തുവാ? പനി, വിറയൽ, ചുമ, തലവേദന. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ചുണ്ടുകളും കൈവിരലിലെ നഖങ്ങളും കളർ ചേഞ്ച് ഉണ്ടാവുന്നു, അത് പഠിക്കണം. ചാര നിറത്തിൽ നിന്ന് ഏത് കളറിലേക്ക് മാറും? ന്യൂമോണിയ ഉണ്ടാവുന്ന സമയത്ത് ന്യൂമോണിയയുടെ ന്യായം നീലയിനോട് ഓർത്ത് വെച്ചേക്കുക. ന്യൂമോണിയ ആണെങ്കിൽ നീല കളറാണ്. രോഗിയായ വ്യക്തിയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സ്രവങ്ങളോ കണികകളോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂമോണിയ ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുക്കൽ പോയി നിന്നാൽ നമുക്കും അത് വരുന്നത്. അവരൊന്ന് തുമ്മുകയോ ഒക്കെ ശ്വസിക്കുന്നത് മൂലമോ, അല്ലെങ്കിൽ രോഗികൾ ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ന്യൂമോണിയ ബാധിച്ചാണ്, ബി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ റൂമിൽ തന്നെ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ശ്വസിക്കുന്ന വായു, അതായത് ഇവര് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും ആരും കുറച്ച് വലിച്ചെടുക്കും, ഈ ബി എന്ന് പറഞ്ഞ വ്യക്തി വലിച്ചെടുക്കും. ഇങ്ങനെയാണ് രോഗങ്ങൾ ആക്ച്വലി പകരുന്നത്. അപ്പൊ നോക്കാം, ഈ എന്ത് കളറിലേക്ക് മാറും? കൈവിരലും ചുണ്ടുകളും ഒക്കെ നീല കളറിലേക്ക് മാറും. പിന്നെ സ്രവങ്ങളോ കണികകളോ ശ്വസിക്കുന്നത് മൂലമോ, അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ പങ്കുവെക്കുന്നത് മൂലമോ ആരോഗ്യവാനായ വ്യക്തി, ഇപ്പൊ ഒരു പനിയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നാൽ നമുക്കും പകരത്തില്ലയോ എന്ന് പറയുന്നത് പോലെ, ഗ്ലാസോ പാത്രമോ പങ്കുവെക്കുന്നത് മൂലമോ ആരോഗ്യവാനായ വ്യക്തിയെ ഈ രോഗം ബാധിക്കുന്നു. മനുഷ്യനെ ബാധിക്കുന്ന മറ്റുള്ള ബാക്ടീരിയ രോഗങ്ങളാണ് അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ. അപ്പൊ അത്രേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഒരു പോയിന്റ് ആണ് പരീക്ഷയ്ക്കകത്ത് വന്നത്. പനി, വിറയൽ, ചുമ, തലവേദന ആണ് പരീക്ഷയ്ക്കകത്ത് വന്നത് കേട്ടോ. ഇനി ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യിക്കാം? ആ ചുണ്ടിന്റെയും നഖത്തിന്റെയും കളറ് ആഷ് കളറിൽ നിന്നും എന്തിലേക്ക് മാറുന്നുണ്ട്? ബ്ലൂ കളറിലേക്ക് മാറുന്നതും ഇതിന്റെ ഒരു ലക്ഷണമാണ്. വായു അറകളിൽ എന്ത് വന്ന് അടിയുന്നുണ്ട്? ദ്രവങ്ങൾ വന്ന് അടിയുന്നത് കൊണ്ട് ശ്വാസം നേരെ ചൊവ്വയെടുക്കാനൊന്നും പറ്റത്തില്ല. 2 എണ്ണം ഓർത്ത് വെച്ചേക്കണേ. ഇത് നമുക്ക് ഇതാ ഇപ്പൊ പരീക്ഷയ്ക്ക് വന്ന ഹീമോഫീലിസ് ഇൻഫ്ലുവൻസ. അടുത്ത എന്ത് പറയണം? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പഠിക്കണം. എന്തോ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പഠിച്ചോ? ഐഡിയ കിട്ടിയോ എന്താണ് ഉള്ള കാര്യങ്ങൾ? ഓക്കെ, അടുത്തിലേക്ക് പോവാം. ഇനി ആ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒന്ന് നോക്കാം. ഏതാണത്? പ്ലാസ്മോഡിയം മലമ്പനി. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് അതൊന്നുകൂടെ പതിയും. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ, അത് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള മലേറിയ പ്ലാസ്മോഡിയം ആണ്. വിറയലോട് കൂടിയ ശക്തമായ പനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീണ്ടും സംശയമാകും, ഇതൊക്കെ തന്നെയാണോ ഇതിന്റെ ലക്ഷണം? ശരിക്കും പറഞ്ഞാൽ എല്ലാ രോഗത്തിനും എന്തോ ഉണ്ടാവും, പനി ഉണ്ടാവും അല്ലേ? വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി മാറുന്നു. അപ്പൊ പ്ലാസ്മോഡിയം നമുക്ക് പഠിക്കാം. നമ്മൾ മുമ്പേ ഒരു ഹോമോസയാനിൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് രാവിലത്തെ ക്ലാസ്സിൽ കണ്ടില്ലായിരുന്നോ? ഹോമോസോയിൽ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ലാസ്സിൽ കാണിച്ചു തരാമെന്ന്.
അപ്പൊ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചോണം? ഹീമോസോയിൻ, പ്ലാസ്മോഡിയം, മലേറിയ. മനസ്സിലായോ? അതായത് ഹീമോസോയിൻ ഇനി എവിടെ കണ്ടാലും ഇതിനകത്ത് നമ്മൾ OMRന്റെ ഒരു ചോദ്യപേപ്പർ നോക്കിയപ്പോഴായിരുന്നു അല്ലേ, ഹീമോസോയിനും പിന്നെന്തുവായിരുന്നു, പ്ലാസ്മോഡിയം, മലമ്പനി, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് പഠിച്ചു വെക്കണം. റെഡി? പഠിക്കാം. ഇനി നമുക്ക് പ്രോട്ടോസോവ മൂലം ഉണ്ടാവുന്നുണ്ട് ചില രോഗങ്ങൾ. നമ്മൾ മുമ്പേ വിരയുടെ പറഞ്ഞു, അടുത്തായിട്ട് നമ്മൾ ബാക്ടീരിയയുടെ പറഞ്ഞു, ഇനി എന്തുവാ? പ്രോട്ടോസോവ മൂലം ഉണ്ടാവുന്നു. മനുഷ്യർ പോരാടിക്കൊണ്ടിരിക്കുന്ന മലമ്പനിയെ കുറിച്ച് നിങ്ങൾ, പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന ഏകകോശ ജീവിയാണ് ഇതിന് കാരണം. പ്ലാസ്മോഡിയത്തിലെ വിവിധ സ്പീഷീസുകൾ, ഇതും പരീക്ഷയ്ക്ക് 10+2 ലെവൽസിന് വന്നാണ് കേട്ടോ. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. നമ്മൾ മുമ്പേ മുച്ചേറിയയുടെ കാറ്റഗറിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? മുച്ചേറിയ, ബ്രാങ്കോഫ്റ്റി, മുച്ചേറിയ, മലയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ പ്ലാസ്മോഡിയത്തിന് 3 സ്പീഷീസുകളുണ്ട്. വൈവാക്സ് ആവാം, മലേറിയ ആവാം, ഫാൽസിപാരം ആവാം. അത് കൃത്യമായി പഠിച്ചു വെക്കണം. എപ്പോഴും പ്ലാസ്മോഡിയ വൈവാക്സ് ആവണമെന്നില്ല വരുന്നത്. വിവിധ തരം മലമ്പനിക്ക് കാരണമാവുന്നു. വിവിധ തരം മലമ്പനിക്ക് വൈവാക്സ്, മലേറിയ ആൻഡ് ഫാൽസിപാരം. മാരകമായിട്ട് ആണെങ്കിൽ എന്താ? ഇതാ പരീക്ഷയ്ക്ക് വന്നത്. മാരകമായ ക്വസ്റ്റിനകത്ത് മാരകമായ മലമ്പനി ആണെങ്കിൽ എന്ത് പറയണം? ഫാൽസിപാരം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് അതിന് കാരണം. മനസ്സിലായോ? ഫാൽസിപാരം എന്ന് പറയുന്നത് മാരക മലമ്പനി. നോട്ട് ചെയ്ത് വെക്കണോ ഇതൊക്കെ കേട്ടോ. ഇനി പ്ലാസ്മോഡിയത്തിന്റെ ജീവിത ചക്രത്തില് ആരാണ് രോഗാണുവാഹകര്? അനോഫിലസ് എന്ന പെൺകൊതുകുകൾ നമ്മളെ കുത്തി എന്ന് വിചാരിക്കുക. പ്ലാസ്മോഡിയത്തിന്റെ രോഗം പകർത്തുന്ന രൂപമായ അതെന്തുവാ? ഇതും പരീക്ഷയ്ക്ക് വന്നാണ്. സ്പോറോസോയിറ്റുകൾ. പ്ലാസ്മോഡിയത്തിന്റെ ഏതാണ് രോഗം പരത്തുന്ന ഫിഗർ? സ്പോറോസോയിറ്റുകൾ എന്ന് പറഞ്ഞേ. സ്പോറോസോയിറ്റുകളാണ്. അതായത് നമ്മളെ വന്ന് ഒരു പിന്നെ ഒരു അനോഫിലസ് കൊതുക് കുത്തി എന്ന് വിചാരിക്കുക. ആ അനോഫിലസ് കൊതുക് ഈ ഒരു രോഗം ബാധിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അത് ഏത് ടൈപ്പിലാണ് നമ്മളിലേക്ക്? സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏതാണ്? അതായത് ആ പ്ലാസ്മോഡിയത്തിന്റെ ഏത് സംഭവമാണ് രോഗം പരത്തുന്നത്? സ്പോറോസോയിറ്റുകൾ. മനസ്സിലായോ? അതായത് ഒരു കൊതുക് നമ്മളെ വന്ന് കുത്തുന്നത് അനോഫിലസ് കൊതുകാണ്. അതിനാണ് ഏതിനെ? ഈ മലമ്പനിയെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അത് വരണമെങ്കിൽ ഏത് പരാതം ഉണ്ടായിരിക്കണം? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പരാതം ഉണ്ടായിരിക്കണം. ആ പ്ലാസ്മോഡിയത്തില് അതിനകത്ത് ഏത് കണ്ടന്റ് വേണം? സ്പോറോസോയിറ്റ് വേണം. ഈ പരാതങ്ങൾ ആദ്യം കരൾ കോശങ്ങളിൽ വെച്ച് പെരുകുന്നു. അത് എവിടെ വെച്ചാണ് ഇത് പെരുകുന്നത്? കരളിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ച് പകരുന്നു? അല്ല, പെരുകുന്നു കരളിൽ വെച്ചിട്ട്. ഇതെന്തോ? പ്രോട്ടോസോവ. അപ്പൊ നമ്മളെ വന്ന് കുത്തി ഇത് ആക്റ്റീവ് ആണ് എങ്കിൽ ഇത് എവിടോട്ടേക്ക് ആക്റ്റീവ് ആകും? ലിവറിൽ വെച്ചിട്ട് പെരുകാൻ തുടങ്ങും. മനസ്സിലായോ? പിന്നീട് RBC അറ്റാക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ മുമ്പേ ടൈഫോയിഡിന്റെ കാര്യം പറഞ്ഞ സമയത്ത് എന്ത് കാര്യം പറഞ്ഞപ്പോഴാണ് കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാവുന്നത്? ടൈഫോയിഡിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ചെറുകുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാവുന്നു, ഫുഡും മലിനജലത്തിൽ കൂടിയിട്ടാണ് രോഗം പകരുന്നു എന്ന് പറഞ്ഞു. ഇത് എവിടെ കയറി അറ്റാക്ക് ചെയ്യും? ലിവറിൽ കയറിയിട്ട് അങ്ങ് പെരുകാൻ തുടങ്ങും. എന്നിട്ട് RBC അറ്റാക്ക് ചെയ്യും. എവിടെ കയറിയിട്ട് പെരുകാൻ തുടങ്ങും? ലിവറിൽ വന്ന് പെരുകും. അതിനുശേഷം RBC അറ്റാക്ക് ചെയ്യും. പിന്നീട് അവയെ നശിപ്പിച്ച് പുറത്തു വരും. ഈ രക്താണുക്കൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും, പിളരും. RBC അങ്ങ് പിളരും. ഈ RBC പിളർന്നാണ് ഹീമോസോയിൻ എന്ന് പറയുന്നത് സ്വതന്ത്രമാക്കപ്പെടുന്നത്. മനസ്സിലായി? അപ്പൊ RBCക്കകത്തുള്ള പിന്നെ RBC പിളരുന്നതിനോടൊപ്പം ഒരു വിഷപദാർത്ഥം നമ്മുടെ ശരീരത്തിൽ സ്വതന്ത്രമാക്കുന്നുണ്ട്. എന്തുവാ? ഹീമോഗ്ലോബിൻ ഒക്കെ നമ്മൾ പറയുന്നത് പോലെ ഹീമോസോയിൻ എന്ന് പറയുന്ന വിഷപദാർത്ഥം നമ്മളുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്നു. RBC എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് അല്ലേ? റെഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ്. അപ്പം ആ ചുവന്ന രക്താണുക്കൾ വിഘടിച്ചിട്ട് ഹീമോസോയിൻ എന്ന വിഷപദാർത്ഥം നമ്മളുടെ ശരീരത്തിൽ സ്വതന്ത്രമാക്കപ്പെടും. അതായത് നല്ലതിന് പകരം നമ്മളുടെ ശരീരത്തിൽ കൂടെ എന്ത് ഓടും? ചീത്ത രക്തം ഓടിക്കൊണ്ടേയിരിക്കും. ഇത് വിറയലിനും 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവിട്ടുള്ള കഠിനമായ പനിക്കും ഇടയാകുന്നു. എന്ത് ചെയ്യുന്നു? വിറയൽ ഉണ്ടാവുന്നു. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവിട്ടുള്ള കഠിനമായ പനിക്കും കാരണമാകുന്നുണ്ട്. രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്നും അനോഫിലസ് പെൺകൊതുകുകൾ വഴി ഇതെന്ത് ചെയ്യുന്നു? അനോഫിലസ് പെൺകൊതുകുകൾ വഴി ഈ പരാതങ്ങൾ കൊതുകിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും, മനസ്സിലായോ? അതായത് ഒരു രോഗമുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഈ കൊതുക് പോയി കുത്തിയത്.
അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പരാതം കൊതുകിന്റെ ശരീരത്തിൽ പോയി പ്രവേശിക്കും. തുടർന്നുള്ള വളർച്ചകൾ വിധേയമാവുകയും ചെയ്യുന്നു. പരാതങ്ങൾ കൊതുകിന്റെ ശരീരത്തിനുള്ളിൽ സ്വയം പെരുകി സ്പോറോസോയിറ്റുകൾ ഉണ്ടാവുന്നു. മനസ്സിലായോ? ഇത് ഉമിനീർ ഗ്രന്ഥികളിൽ ശേഖരിക്കപ്പെടുന്നു. ഇത് കൊതുകുകൾ വഴി സ്പോറോസോയിറ്റുകൾ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ഇത് പൂർണ്ണമാകാൻ 2 പേര് വേണം, മനുഷ്യനും കൊതുകും. അനോഫിലസ് പെൺകൊതുകുകൾ രോഗാണുവാഹകരായും വർത്തിക്കുന്നു. ഞാൻ പറഞ്ഞു തരട്ടെ എന്തുവാ കണ്ടന്റ് എന്ന്. പണ്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ളതാണ്, അക്കാഡമിയിൽ ഒരു ചക്രമൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പൊ അതായത് ഇത് അനോഫിലസ് കൊതുകാണ്. ആ അനോഫിലസ് കൊതുകിനകത്തൊരു പരാതമുണ്ട്. പരാതത്തിന്റെ പേര് പ്ലാസ്മോഡിയം. അത് വന്ന് മനുഷ്യനെ ഒന്ന് കുത്തിയ സമയത്ത് അത് എവിടെ പോയിട്ട് പെരുകും? ലിവറിൽ പോയിട്ട്. ഇത് ഹ്യൂമൻ ആണ്. ലിവറിൽ പോയിട്ട് പെരുകും. പെരുകിട്ട് ആരെ ബാധിക്കും? ഈ പ്ലാസ്മോഡിയത്തിൽ എന്ത് വേണം ഇതൊക്കെ വരണമെങ്കിൽ? സ്പോറോസോയിറ്റ് വേണം. സ്പോറോസോയിറ്റ്. ഇനി ലിവറിൽ വന്നിട്ട് പെരുകിയിട്ട് എന്ത് ചെയ്യും? RBCയെ വിഘടിപ്പിച്ചിട്ട് വിഷപദാർത്ഥമായിട്ടുള്ള ഹോമോസോയിൻ ഉണ്ടാക്കും. മനസ്സിലായോ? ഇത്രയും. ഇനി ഈ ഒരു വ്യക്തിക്ക് ഏത് രോഗം വന്നു? മലമ്പനി വന്നു. ആക്ച്വലി ഇത് ആരിൽ നിന്ന് വന്നു? ഒരു കൊതുക് വന്ന് പ്ലാസ്മോഡിയം ഉള്ള ഒരു സംഭവം സ്പോറോസൈറ്റിനെ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് കുത്തിവെച്ച് RBC വഴിയിട്ട് ഇത് നമുക്ക് മലമ്പനി ബാധിച്ചു. ഇനി അതിനുശേഷം എന്ത് ചെയ്യും? ഈ രോഗമുള്ള ഒരു വ്യക്തിയെ ഏതേലും ഒരു കൊതുക് കുത്തും, വേറെ. മനസ്സിലായോ? അപ്പൊ ആ കൊതുകിന് എന്ത് പകരും? മലമ്പനി പകരും. പാവം കൊതുക് അല്ലെ? ഡബിൾസ് കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പറഞ്ഞ പോലെയാണ് മലമ്പനിയുടെ കാര്യം. അപ്പൊ ഈ മലമ്പനി ഉള്ള കൊതുകിനെ കുത്തിക്കഴിയുമ്പം കൊതുകിൽ എന്തുണ്ടാവും? ഈ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. എന്നിട്ട് ഇത് എവിടെ വെച്ചാണ് പെരുകുന്നത്? ഉമിനീർ ഗ്രന്ഥിയിൽ വെച്ച്, കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ വെച്ച് പെരുകും. മനസ്സിലായോ? അതിനുശേഷം ഇത് ആരിലേക്ക് പകരും? ഈ കൊതുക് പോയിട്ട് വേറെ ആളെ കുത്തും, എന്നിട്ട് അവരിലേക്ക് പകരും. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ഈ പ്രോട്ടോസോവ എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇതിന്റെ വാഹകരാരാ? അതായത് പ്രോട്ടോസോവ ആണെങ്കിൽ പോലും ഇതിന്റെ വെക്ടർ ആരാ? അനോഫിലസ് എന്ന് പറയുന്ന പെൺകൊതുക എല്ലാരിലേക്കും കൊടുക്കുന്ന ആള്. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആരാ? കൊതുകാണ്. ആരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? ഈ പരാതം, ഈ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന പ്ലാസ്മോഡിയത്തിന്റെ ആ ഒരു പോർഷനെ കൊണ്ടുപോയിട്ട് എല്ലാവരിലേക്കും പകർത്തുന്നത് പെൺകൊതുകുകളാണ്. അനോഫിലസ് പെൺകൊതുക്. മനുഷ്യനിൽ ഇത് ലിവറിൽ വെച്ച് പെരുകുന്നു. കൊതുകിലാണെങ്കിൽ എന്തിൽ വെച്ച് പെരുകുന്നു? ഉമിനീർ ഗ്രന്ഥിയിൽ വെച്ച് പെരുകുന്നു. അത് രണ്ടും ഓർത്തേച്ചാൽ മതി. മനസ്സിലായോ? ആദ്യം മനുഷ്യനിലേക്ക് വരണമെങ്കിൽ കൊതുകാണ്. അതായത് മനുഷ്യനിലേക്ക് വന്നാലും മനുഷ്യനിൽ നിന്ന് എടുക്കുന്നതും ആര് തന്നെയാണ്? കൊതുക് തന്നെയാണ്. മനസ്സിലായോ കാര്യം? ഇത് മനസ്സിലായോ?